സുഖമായിട്ടിരിക്കുകയാണല്ലോ. പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം. ഇന്നത്തെ വീഡിയോ ഒരു വളരെ സ്പെഷ്യൽ ആയിട്ടുള്ളൊരു വീഡിയോ കേട്ടോ. ഇന്നത്തെ വീഡിയോ ഞങ്ങളുടെ ചർച്ചിനെ പറ്റിയൊരു വീഡിയോ ആണ്. ഞങ്ങളുടെ ചർച്ച് ഇപ്പോൾ 75 വർഷമായി കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോനകത്ത് ഞങ്ങളുടെ ചർച്ചിൻ്റെ കാഴ്ചകളും അവിടുത്തെ പ്ലാറ്റിനം ജൂബിലിയുടെ ആക്ടിവിറ്റീസിനെ പറ്റിയുള്ള അതിനെപ്പറ്റിയൊക്കെയുള്ള ഒരു വീഡിയോ ആയിരിക്കും. വെൽക്കം ടു ജോഷ് ടോക്സ്. ഞങ്ങളിപ്പം ചർച്ചിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഞങ്ങളുടെ വീട്ടിൽ നിന്നൊരു 2 കിലോമീറ്ററേ ഉള്ളൂ ചർച്ചിലോട്ട്. അപ്പം നമുക്കൊരു ചർച്ചിൽ ചെന്നിട്ട് ബാക്കി വിശേഷങ്ങളൊക്കെ നമുക്ക് പറയാം. അങ്ങനെ നമ്മൾ നമ്മുടെ ചർച്ചിലെത്തി. ഇതാണ് നമ്മുടെ ചർച്ച് ഓഫ് ഗോഡ് മേപ്ര. 1948 ചർച്ച് ഓഫ് ഗോഡ് മേപ്രയിൽ ഇവിടുത്തെ പ്രവർത്തനം തുടങ്ങിയത്. ആ സമയത്ത് ഈ ഇങ്ങനത്തെ വലിയ ഹോളോ അല്ലെങ്കിൽ പ്രാർത്ഥന നടത്താൻ വേണ്ടി ഒരു സ്ഥലമൊന്നും ഇല്ലായിരുന്നു. അപ്പം പുറക്കലെ അപ്പച്ചൻ്റെ വീട്ടിലാണ് ഈ പ്രാർത്ഥന മീറ്റിങ്സ് ഒക്കെ നടന്നത്. അന്ന് CC എബ്രഹാം എന്ന് പറഞ്ഞൊരു അപ്പച്ചനായിരുന്നു പാസ്റ്ററായിട്ടുണ്ടായിരുന്നത്. അങ്ങനെ പുറക്കലെ അപ്പച്ചൻ്റെ വീട്ടിൽ പ്രാർത്ഥന നടന്നുകൊണ്ടിരുന്നു. പക്ഷെ ആൾക്കാരുടെ എണ്ണം കൂടിയപ്പോൾ അവർക്ക് എല്ലാവർക്കും കൂടി ഇരിക്കാൻ വേണ്ടി അങ്ങനെ ഒരു സ്ഥലമില്ലായിരുന്നു. അതുകൊണ്ട് അവർ വേറൊരു വീട് വാടകയ്ക്കെടുത്ത് അവിടെ വെച്ച് പിന്നെ പ്രാർത്ഥന മീറ്റിങ്സ് ഒക്കെ സ്റ്റാർട്ട് ചെയ്തു. 1953 ഓഗസ്റ്റ് മാസത്തിലാണ് നമ്മുടെ ചർച്ചിന് വേണ്ടി ആദ്യമായിട്ട് സ്ഥലം മേടിക്കുന്നത്. ഈ പാർസനേജ് ഇരിക്കുന്ന സ്ഥലവും നമ്മുടെ ചർച്ച് ഇരിക്കുന്ന സ്ഥലവും ഒരു 1500 രൂപയ്ക്കാണ് മേടിച്ചത്. ഇതൊരു 18 സെന്റ് ഈ സ്ഥലം ഉണ്ട്. അങ്ങനെ 1954 നമ്മൾ മേടിച്ച സ്ഥലത്ത് ഒരു ചെറിയൊരു ഹോള് പണിതു. അങ്ങനെ നമ്മുടെ ചർച്ചിന് ഒരു പ്രാർത്ഥന ആലയം ആയി. അന്നത്തെ ഒരു സംഭവം ഇപ്പോഴും ഇവിടെ ഉണ്ട് കേട്ടോ. ഞാനിപ്പോൾ നിങ്ങളത് കാണിക്കാം. ഇവിടെ കാണിച്ചിട്ടുണ്ട്. ഇവിടോട്ട് സൂക്ഷിച്ച് നോക്കണം കേട്ടോ. ഇത് നോക്കി ഇവിടെ എഴുതിയിരിക്കുന്നതുണ്ടോ? ചർച്ച് ഓഫ് ഗോഡ് ഇൻ ഇന്ത്യ മേപ്ര 1954 വില്യം പോസ്പിസിൽ മിഷനറി. അന്നേരം വില്യം പോസ്പിസിൽ എന്ന് പറഞ്ഞ ഒരു സായിപ്പായിരുന്നു, ഈ ഒരു മിഷനറി ആയിരുന്നു ഈ ബിൽഡിംഗ് ഡെഡിക്കേറ്റ് ചെയ്തത്. ഞാനിപ്പം ചർച്ചിനകത്താണ് ഉള്ളത്. ഇവിടെ ഒരു പഴയ ഒരു 1961 ഒരു ഫോട്ടോ ഉണ്ട്. അപ്പം നമുക്ക് അതൊന്ന് കണ്ടിട്ട് വരാം. ഇതാണ് ഞങ്ങളുടെ ഫോട്ടോ. ഞങ്ങളുടെ പണ്ടത്തെ മെമ്പേഴ്സിൻ്റെ എല്ലാവരുടെയും ഫോട്ടോ. നമ്മുടെ ചർച്ച് സ്റ്റാർട്ട് ചെയ്ത് ഡേറ്റ് ഒക്കെ മെൻഷൻ ചെയ്ത് ഇവിടെ ഒരു പുതിയൊരു ലോഗോ ഒക്കെ സെറ്റാക്കിയിട്ടുണ്ട് കണ്ടോ. നല്ല സൂപ്പറായിപ്പോൾ. നമ്മുടെ പ്ലാറ്റിനം ജൂബിലി സെലിബ്രേഷൻസ് പ്രമാണിച്ച് സുവിശേഷ പ്രവർത്തനങ്ങളും ചാരിറ്റി വർക്കും നമ്മൾ ചെയ്തു. അങ്ങനെ പരസ്യയോഗങ്ങൾ, ഫുഡ് കിറ്റ് ഡിസ്ട്രിബ്യൂഷൻസ്, മെഡിക്കൽ ക്യാമ്പ്, അങ്ങനെ ഒത്തിരി പ്രവർത്തനങ്ങൾ ഞങ്ങൾ ചെയ്തു. അതിൻ്റെയൊക്കെ നമുക്ക് വീഡിയോസൊക്കെ ഒന്ന് കാണാം. തൻ കരുതൽ എന്ന
നൽകുന്ന പ്രതിജ്ഞാബദ്ധരാക്കി ദൈവകര സ്പർശനത്തിനായി സംഭവിക്കരുതെന്നുള്ള ആഗ്രഹത്തോടെയാണ് ഞങ്ങൾ ഈ സന്ദേശം കൈമാറ്റം ചെയ്തുകൊണ്ടിരിക്കുന്നത്. നിന്റെ കുഞ്ഞ് നാളെ ഇവിടെ വളർന്നു വരുമ്പോ വഴിയോരത്തൂടെ നടക്കുമ്പോ അവളെ പിച്ചിച്ചിന്തുന്ന കാപാലികന്മാർ ഇവിടെ ഉണ്ടാകരുതെന്നുള്ള ആഗ്രഹത്തോടെയാണ് ഞങ്ങൾ ഈ യേശുവിനുമായ ജീവിതത്തിൽ മനുഷ്യൻ അറിയേണ്ടതും മനുഷ്യൻ കരുതേണ്ടതുമുണ്ട്. ഈ ഒരാഴ്ചയിൽ നമ്മുടെ ജീവിതത്തിന്റെ വ്യത്യസ്ത തുറകളിലൂടെ യാത്ര ചെയ്യുമ്പോൾ ഈ ജീവിതത്തിനപ്പുറത്ത് ഞങ്ങളുടെ ആക്ഷൻ സോങ് ഒക്കെ എനിക്ക് ഇഷ്ടപ്പെട്ടോ. ഇനിയാണെങ്കിൽ നമുക്ക് ഉച്ചകറിഞ്ഞിട്ട് ഞങ്ങൾക്ക് ആക്ഷൻ സോങ്സും പാട്ടും പരിപാടിയൊക്കെ ഉണ്ട്. അപ്പൊ ഇനി ഫുഡ് എടുത്തിട്ട് ഇനി ആ പരിപാടിക്ക് പോവാൻ. ഒത്തിരി ആൾക്കാരുണ്ട് കേട്ടോ, 60 to 70 ആൾക്കാരൊക്കെ ഉണ്ട്. നോവലത്തേക്കും കീബോർഡൊക്കെ വാങ്ങി തകർക്കുക. ഓരോ ടീമൊക്കെ സൂപ്പറായിട്ട് ചെയ്തോണ്ടിരിക്കും.
സ്നേഹിക്കുന്നു. നിങ്ങളുടെ പാപങ്ങൾ എത്ര കഠിനമായിരുന്നാലും അതിനെ ഹിമം പോലെ വെളുപ്പിക്കുവാൻ കർത്താവിന് കഴിയും. മദ്യത്തിനോ മയക്കുമരുന്നിനോ നിങ്ങൾ അടിമയാണെങ്കിൽ അതിൽ നിന്ന് മോചനം തരുവാൻ ദൈവത്തിന് കഴിയും. യേശുവിനെ കർത്താവ് എന്ന് വായു കൊണ്ട് ഏറ്റുപറയുകയും ദൈവം അവനെ മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ചു എന്ന് ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും ചെയ്താൽ നീ രക്ഷിക്കപ്പെടും. മാറ്റം കൊണ്ടുവരുവാൻ പ്രിയ സുഹൃത്തുക്കളെ, ഈ ശബ്ദം ശ്രവിക്കുന്ന എല്ലാവരോടുമായി ഒരിക്കൽ കൂടി ഓർപ്പിക്കുകയാണ്, നിങ്ങളുടെ ജീവിതത്തിൽ ഒരു മാറ്റം കൊണ്ടുവരുവാൻ ഒരു വ്യക്തിയെ സാധിക്കത്തുള്ളൂ. അത് വേറെ ആരുമല്ല, ഞങ്ങൾ ഇവിടെ പ്രഘോഷിക്കുന്ന സർവശക്തനായ കർത്താവായ യേശു ക്രിസ്തുവിന് മാത്രമേ സാധിക്കത്തുള്ളൂ. ഈ ക്യാമ്പിലേക്ക് എല്ലാ നല്ല മേപ്രായി നിവാസികളെയും ഞങ്ങൾ ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. അടുത്ത വരികൾ സമർപ്പണത്തോടെ നമുക്ക് പാടാം. തിരുഹിതമീഹെ തികച്ചിടുവാൻ ഇതാ ഞാനിപ്പോൾ വന്നിടുന്നേ. തിരുഹിതമീഹെ തിരുമേ. ശബ്ദമുയർത്തി ഒന്ന് പാടിക്കുക. വാഴ്ത്തുമേ വാഴ്ത്തുമേ സമർപ്പണത്തോടെ നമുക്ക് പാടാം. തിരുഹിതമീഹെ തികച്ചിടുവാൻ ഇതാ ഞാനിപ്പോൾ വന്നിടുന്നേ. തിരുഹിതമീഹെ തികച്ചിടുവാൻ ഇതാ ഞാനിപ്പോൾ വന്നിടുന്നേ. ഡിസംബർ 23 നമ്മുടെ പ്ലാറ്റിനം ജൂബിലി കൺക്ലൂഷൻ മീറ്റിംഗ് നടന്നു. അതൊരു വളരെ അനുഗ്രഹമായിരുന്നു ആ ഒരു മീറ്റിംഗ്. ഒത്തിരി നമ്മുടെ ഓവർസീർ പാസ്റ്ററങ്ങൾ, MP, MLA, നമ്മുടെ പണ്ടത്തെ പാസ്റ്ററങ്ങളും പണ്ടത്തെ ഓരോ ഫാമിലീസൊക്കെ നമുക്ക് വന്നു. ഒരു ഭയങ്കര അനുഗ്രഹമായിട്ടുള്ള ഒരു മീറ്റിംഗ് ആയിരുന്നു. പ്ലാറ്റിനം ജൂബിലി അനുബന്ധിച്ച് നമ്മളൊരു സുവനീർ പബ്ലിഷ് ചെയ്തു. നമ്മുടെ അമേരിക്കയിലുള്ള റോയങ്കിളായിരുന്നു എൻ്റെ ചീഫ് എഡിറ്റർ. നമ്മുടെ ചർച്ച് ഹിസ്റ്ററിയും ഫാമിലി ഡീറ്റെയിൽസും ഒത്തിരി ഫോട്ടോസൊക്കെ ഉൾപ്പെടുത്തിയിരിക്കുന്ന ഒരു മനോഹരമായ ഒരു സുവനീറാണിത്. അപ്പോൾ നമുക്ക് എൻ്റെ ഫോട്ടോസൊക്കെ ഒന്ന് കണ്ടാലോ. നമ്മുടെ ഈ വർഷത്തെ ജനറൽ കൺവെൻഷനിൽ നമ്മുടെ ഓവർസിയർ പാസ്റ്റർ CC തോമസ് സാറ് നമ്മുടെ സുവനീറെ അപ്രിഷിയേറ്റ് ചെയ്ത് പറഞ്ഞു. നമുക്ക് എല്ലാവർക്കും സന്തോഷം തരുന്നൊരു അനുഭവമായിരുന്നു. അപ്പം അതിൻ്റെ വീഡിയോ നമുക്കൊന്ന് കാണാം. മേപ്ര ചർച്ച് ഓഫ് ഗോഡ് അവരുടെ പ്ലാറ്റിനം ജൂബിലിയോടുള്ള ബന്ധത്തിൽ ചമയ്ക്കുവാനായിട്ടിടയായി തോന്നുന്നു. വളരെ മനോഹരമായൊരു സുവനീറാണ്. ചർച്ച് ഓഫ് ഗോഡിൻ്റെ കേരള സ്റ്റേറ്റിൻ്റെ സുവനീറിനെ വെല്ലുന്ന ഒരു സുവനീറാണ് ഞാൻ പറയുവാനായിട്ടിടയായി തീർന്നു. അതിന് പിന്നെ അധ്വാനിച്ച കഥാവിന്റെ ദാസൻ പാസ്റ്റർ ബെന്നി, സെക്രട്ടറി ജോബിൻ,
ട്രഷറർ രായൻ ചാൻ, അതുപോലെ ജസ്റ്റിൻ, എല്ലാവരെയും ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ജസ്റ്റ് ഇന്ന് പകൽക്കാലം അവരെ അപ്രീഷിയേറ്റ് ചെയ്യുന്നു. കർത്താവ് ധാരാളമായി സഹായിക്കട്ടെ. ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ സ്റ്റാളുണ്ട്, അവിടെ സമീപിച്ചാൽ ഫ്രീ ആയിട്ട് തരുന്നതായിരിക്കും. താങ്ക് യു. എൻ്റെ ഇരിക്കുന്ന ഡോക്യുമെന്റ് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടൊരു ഡോക്യുമെന്റ് ആയിട്ട്. ഈ ഡോക്യുമെന്റ് ഇപ്പോൾ ഓൾമോസ്റ്റ് 50 years ഓൾഡ് ആണ്. 1975 കാലഘട്ടങ്ങളിൽ നമ്മുടെ ചർച്ചിന്റെ പാസ്റ്റർ ആയിരുന്ന PG മാത്യൂസ് പാസ്റ്ററും അന്നത്തെ യൂത്ത്സ് ഒപ്പം അവർ ചേർന്ന് ഉണ്ടാക്കിയ ഒരു മാഗസീനാണ് ഇത്. ഈ മാഗസീൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹാൻഡ് റിട്ടൺ ആയിട്ടുള്ള ഒരു മാഗസീനാണ്. ഇതിന്റെ പേരാണ് യൂത്ത് എക്കോസ് അല്ലെങ്കിൽ യുവധ്വനി. ഒത്തിരി നല്ല പടങ്ങളും ആർട്ടിക്കിൾസും കാർട്ടൂൺസ് ഒക്കെ ഉള്ള ഒരു മാഗസീനാണിത്. അപ്പൊ ഇതിന്റെ പടങ്ങളൊക്കെ ഞാൻ നിങ്ങളെ ഇപ്പം കാണിക്കാം. ഇതാണ് നമ്മുടെ മാഗസീൻ്റെ ഇൻട്രൊഡക്ഷൻ. അതാണ്ട് ഇവിടെ ഫസ്റ്റ് ഉള്ള ഇൻട്രൊഡക്ഷനകത്ത് എല്ലാം പറയുന്നുണ്ട്. പിന്നെ ആശംസയും ഓരോ പാസ്റ്റർമാരുടെ ഫോട്ടോസും ഗ്രീറ്റിങ്സും ഒക്കെ ഉണ്ട്. ഇതുണ്ടോ, ഇതെല്ലാം കൈകൊണ്ട് വരച്ചേക്കുന്ന പെയിന്റിങ്സ് ഒക്കെ ആണ്. പിന്നെ ഇവിടെ നമുക്ക് ആർട്ടിക്കിൾസ് ഒക്കെ നമുക്ക് കാണാൻ പറ്റും. പിന്നെ ഓരോ കാർട്ടൂൺസ് വരച്ച് നല്ല രസമായിട്ട് കൈകൊണ്ട് തന്നെ എല്ലാം നല്ലപോലെ ഇവിടെ വരച്ചിട്ടുണ്ട്. ഇത് എനിക്ക് യുവധ്വനിയുടെ ഒരു സ്പെഷ്യൽ എഡിഷൻ ആണ് ഈ ഒരു ബുക്ക്. ഇതൊരു സുവനിയർ ആണ്. ഇത് 24th YP യൂത്ത് ക്യാമ്പിന് അവർ റിലീസ് ചെയ്തതാണ്. ഇവിടെ കാണിച്ചിട്ടുണ്ട്, എഴുതി വെച്ചിട്ടുണ്ട്. സ്പെഷ്യൽ ഇഷ്യൂ പബ്ലിഷ്ഡ് on the occasion of 24th യൂത്ത് ക്യാമ്പ്. ഈ സ്പെഷ്യൽ എഡിഷൻ ബുക്കിലാണെങ്കിൽ ഈ ബുക്കൊക്കെ എഴുതിയ ആൾക്കാരുടെയൊക്കെ പേരൊക്കെ കൊടുത്തിട്ടുണ്ട്. ഞാനിപ്പോൾ അതൊന്ന് വായിക്കാം. യൂത്ത് എക്കോസ്, ആർട്ട് ആൻഡ് ചീഫ് എഡിറ്റർ റോയ് മേപ്രാൻ, ജോയിന്റ് എഡിറ്റർ സജീവ് പെരിങ്ങര, പബ്ലിഷർ പാസ്റ്റർ തോമസ് ജോർജ്. അവരുടെ ബോർഡർ ഉള്ളത് ബ്രദർ CP ചാണ്ടി, ജോസ് മുറ്റാർ, സാം 16, മാത്തൻ തോമസ്, സിസ്റ്റർ മോളി വർഗീസ് ആൻഡ് മോളമ്മ ഉമ്മൻ. Prepared by Jose, Sam and Saji. Arts by Roy Mepral. Photographs by Roy Mepral. Advice Pastor Thomas George. നമ്മളിപ്പോൾ ചിലവരുടെ പേരൊക്കെ വായിച്ചല്ലോ. അവർക്കിപ്പം വലിയ അപ്പച്ചമാരും അമ്മച്ചിമാരും ഒക്കെ ആയി. ഈ ഒരു മാഗസീനൊക്കെ ഞാൻ കണ്ടപ്പോൾ എനിക്ക് ഒത്തിരി സർപ്രൈസ് ആയി. ആ കാലത്തും അന്നത്തെ യൂത്ത്സ് ഒക്കെ അവരുടെ ടാലൻസ് എല്ലാം ഉപയോഗിച്ച് ദൈവനാമത്തിന്റെ മഹത്വത്തിന് വേണ്ടി ഇത്രയും ഹാർഡ് വർക്ക് എഫേർട്ടും ഒക്കെ കൊടുത്തെന്ന് മനസ്സിലായപ്പോൾ നമ്മളും നമ്മുടെ ടാലൻസും നമ്മുടെ സ്കിൽസ് ഒക്കെ നമ്മൾ ഉപയോഗിച്ച് ദൈവനാമത്തിന്റെ മഹത്വത്തിന് വേണ്ടി നമ്മൾ അത് ഉപയോഗിക്കണം. ഞാനിപ്പം നമ്മുടെ കൺവെൻഷൻ ഗ്രൗണ്ടിലാണ്. ഈ കൺവെൻഷൻ്റെ ഒരു സ്പെഷ്യാലിറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ചർച്ചിൻ്റെ ഒരു സ്ഥാൾ ഇവിടെ ഉണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ അങ്ങോട്ട് പോകാം. ഇതാണ് നമ്മുടെ ചർച്ചിൻ്റെ സ്ഥാൾ. പ്ലാറ്റിനം ഗ്രൂപ്പിൽ ഒരു സ്ഥാളാണ്. ഇവിടെ സുവണ്യരും പിന്നെ കളറും ഒക്കെ നമ്മുടെ ചർച്ചിലേക്ക് കൊടുക്കുന്നത്.
നമുക്ക് ഒത്തിരി ഗ്രീറ്റിങ്സ് നമ്മുടെ ആൻറ്റിമാരും അച്ചാച്ചന്മാരും ഒക്കെ നമുക്ക് അയച്ചു തന്നായിരുന്നു. അപ്പം നമുക്ക് അവരുടെ ഗ്രീറ്റിങ്സ് വീഡിയോസൊക്കെ ഒന്ന് കണ്ടാലോ? അതുപോലെ തന്നെ നമ്മുടെ പാസ്റ്റർ അങ്കിളുടെയും ചർച്ച് ഒഫീഷ്യൽസിൻ്റെയും വാക്കുകളും കേൾക്കാം. ദൈവ തിരുനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. പെന്തക്കോസ്ത് പ്രസ്ഥാനങ്ങളുടെ ഈറ്റില്ലമായ തിരുവല്ലയ്ക്ക് പടിഞ്ഞാറ് മേപ്രാൽ എന്ന ദേശത്ത് ദൈവസഭയുടെ പ്രവർത്തനങ്ങൾ ആരംഭിച്ചിട്ട് ഇന്നേക്ക് 75 വർഷങ്ങൾ പിന്നിടുകയാണ്. അതിനോടുള്ള ബന്ധത്തിൽ പ്ലാറ്റിനം ജൂബിലിയായി അനേക സുവിശേഷ പ്രവർത്തനങ്ങൾ, ചാരിറ്റി പ്രവർത്തനങ്ങൾ, സമൂഹത്തിലേക്ക് ഇറങ്ങിച്ചെന്ന് ദൈവനാമത്തിൻ്റെ മഹത്വത്തിനായി പ്രവർത്തിപ്പാൻ സർവശക്തനായ ദൈവം കൃപ നൽകി. ഈ പ്ലാറ്റിനം ജൂബിലി പ്രവർത്തനങ്ങൾക്ക് മുൻപിൽ നിൽപ്പാൻ ഇളിവനെ കുടുംബമായിട്ട് കർത്താവ് വിനിയോഗിച്ചതോർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഞങ്ങളോടൊപ്പം പ്രവർത്തിച്ച സഭയുടെ സെക്രട്ടറി ജോബിൻ വർഗീസ്, ട്രഷറർ ഉമ്മൻ കെ തോമസ്, കമ്മിറ്റി മെമ്പേഴ്സ്, സഭാ മക്കൾ, എല്ലാ പ്രിയപ്പെട്ടവരെയും നന്ദിയോടെ ഓർക്കുന്നു. ഇതിന് കാരണമാക്കി തീർത്ത സർവശക്തനായ ദൈവത്തിന് മുഴുമകത്വം അർപ്പിച്ച് മേപ്രാൽ ദൈവസഭ മേൽക്കുമേൽ കർത്താവിന് നാളോളം വളർന്ന് വർദ്ധിക്കട്ടെ എന്നുള്ള പ്രാർത്ഥനയോടെ ആശംസയോടെ വാക്കുകളെ ചുരുക്കുന്നു. ദൈവം ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രൈസ് ദി ലോർഡ്. മേപ്രാൽ ഇന്ത്യ പുനഃസുവിശേഷ ദൈവസഭ അനേക ശ്രേഷ്ഠരായ ദേവദാസന്മാരാലും ത്യാഗമനോഭാവത്തോടെ പ്രവർത്തിച്ച പിതാക്കന്മാരാലും 1948 ആരംഭിച്ച് ഇന്നുവരെയും ദേശത്ത് മാതൃകയോടെ നിലകൊള്ളുന്നതിൽ ഞങ്ങളും സന്തോഷിക്കുന്നു. 75-ാം വാർഷികം ആഘോഷിക്കുന്ന ഈ വേളയിലും തുടർന്നുള്ള നാളുകളിലും പിതാക്കന്മാർ മുറുകെ പറ്റിയ അതിവിശുദ്ധ വിശ്വാസവും ത്യാഗമനോഭാവത്തോടെയുള്ള ജീവിതശൈലിയും പരസ്പര സ്നേഹവും കാത്തു സൂക്ഷിക്കുവാൻ എല്ലാ ദൈവമക്കളെയും കർത്താവ് സഹായിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. സഭയുടെ എല്ലാ ഭാരവാഹികളെയും എല്ലാ ദൈവമക്കളെയും കർത്താവ് ധാരാളമായി അനുഗ്രഹിക്കട്ടെ. 75 വർഷം പിന്നിട്ട മേപ്രാൽ ദൈവസഭ അതിൻ്റെ ചരിത്രത്തിലെ ഒരു നാഴികക്കല്ലാണ് 2023 കടന്നുപോയത്. പ്ലാറ്റിനം ജൂബിലി വർഷമായിട്ട് ഏകദേശം 1 വർഷം നീണ്ടു നിന്ന പ്രവർത്തനങ്ങൾ, ആത്മീയവും സാമൂഹികവുമായ പ്രവർത്തനങ്ങൾ നടത്തുവാൻ ദൈവസഭയ്ക്ക് ഇടയായിത്തീർന്നു. പാസ്റ്റർ കെ ബെന്നിയുടെയും സെക്രട്ടറി ജോബിൻ വർഗീസിൻ്റെയും കൂടെ അതിൻ്റെ മുൻനിരയിൽ നിന്ന് പ്രവർത്തിക്കുവാൻ ദൈവം എനിക്കും ഒരു അവസരം ഒരുക്കി തന്നു. അതിൻ്റെ ജീവിതത്തിലെ ഭാഗ്യമായി ഞാൻ കരുതുന്നു. വരുന്ന ആളുകളിൽ മേപ്രാൽ ദൈവസഭ ഈ പ്രദേശത്ത് ക്രിസ്തുവിൻ്റെ ഒരു പ്രകാശഗോപുരമായി നിലനിൽക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ദൈവമക്കളുടെ എല്ലാവരുടെയും പ്രാർത്ഥനയെ എന്നെ ചോദിച്ചുകൊണ്ട് എൻ്റെ വാക്കുകളെ നമുക്ക് സംഭരിച്ചുകൊള്ളുന്നു. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ചർച്ച് ഓഫ് ഗോഡ് മേപ്രാൽ ദൈവസഭയുടെ 75ാമത്തെ പ്ലാറ്റിനം ജൂബിലിയോട് സംബന്ധിച്ച് എനിക്കും അതിലൊരു ഭാരമാകുവാൻ ദൈവം സഹായിച്ചതിന് ദൈവത്തെ സ്തുതിക്കുന്നു. എൻ്റെയും എൻ്റെ കുടുംബത്തിൻ്റെയും കൊയ്പ്പത്ര കുടുംബത്തിൻ്റെയും ആശംസകൾ അറിയിച്ചുകൊള്ളുന്നു. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ദൈവത്തിൻ്റെ വചനത്തിൽ പറയുന്നു, ഞാൻ എൻ്റെ സഭയെ പണിയും, പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കുകയില്ല. കഴിഞ്ഞ 75 വർഷക്കാലം ദൈവം നമ്മുടെ ദൈവസഭയെ നടത്തി. ഇത്രത്തോളം ഉയർത്തുവാൻ കർത്താവ് കൃപ ചെയ്യും. ഇതിൽ പ്രവർത്തിച്ച അനേക ദൈവദാസന്മാരുണ്ട്, ദൈവമക്കളുണ്ട്. ഇവരെയെല്ലാം ഞാൻ ഈ സമയം നന്ദിയോടെ ഓർക്കുന്നു. ഈ പ്ലാറ്റിനം ജൂബിലി വർഷത്തിൽ നമ്മൾ അനേക ആത്മീക സാമൂഹിക പ്രവർത്തനങ്ങൾ നടത്തുവാൻ കർത്താവ് കൃപ ചെയ്തു. ഇതിനു മുന്നിൽ പ്രവർത്തിച്ച എല്ലാവരെയും ദൈവം ധാരാളമായി അനുഗ്രഹിക്കട്ടെ. തുടർന്നും ദൈവരാജ്യത്തിൻ്റെ വ്യാപ്തിക്കായി നമുക്ക് ഒന്നിച്ചു മുന്നേറാം. ദൈവം എല്ലാവരും അനുഗ്രഹിക്കട്ടെ. കഴിഞ്ഞ 75 വർഷമായിട്ട് മേപ്രാൽ സഭയെ ദൈവം അത്ഭുതമായി നടത്തി. തുടർന്നുള്ള നിമിഷങ്ങളിലും അങ്ങനെ തന്നെ ആയിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ആശംസിച്ചുകൊണ്ട് എൻ്റെ വാക്ക് നിർത്തുന്നു. പരിശുദ്ധ ദൈവത്തിന് സ്തോത്രം. 2023 മേപ്രാൽ ദൈവസഭയുടെ ചരിത്രത്തെ സ്വർണ്ണ ലിപികളിൽ എഴുതിയ വർഷമാണ്. 75 വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ പിതാക്കന്മാർ പ്രാർത്ഥിച്ചാരംഭിച്ച ഒരു ചെറിയ കൂട്ടത്തെ ദൈവം ദേശത്ത് നിലനിർത്തി വർദ്ധിപ്പിച്ചു. സർവമഹത്വം സ്വർഗത്തിലെ ദൈവത്തിന് അർപ്പിക്കുന്നു. പ്ലാറ്റിനം ജൂബിലിയുമായി ബന്ധപ്പെട്ട പല പ്രോഗ്രാമുകളും നടക്കുന്നല്ലോ. അതിന് നേതൃത്വം നൽകുന്ന കർത്തദാസൻ, കുടുംബം, എല്ലാ സഭാ ഭാരവാഹികളെയും ദൈവം മാനിക്കട്ടെ. അതോടൊപ്പം തന്നെ സ്വദേശത്തും വിദേശത്തുമുള്ള എല്ലാ ദൈവമക്കളെയും ദൈവം ആയിരിക്കുന്ന ഇടങ്ങളിൽ ദൈവം മാനിക്കട്ടെ, വർദ്ധിപ്പിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. മേപ്രാൽ ദൈവസഭയെ ദൈവം അനുഗ്രഹിക്കട്ടെ, വർദ്ധിപ്പിക്കട്ടെ. ദേശത്തുനിന്ന് ചിലരെ കൂടെ ക്രിസ്തുവിലേക്ക് നേടുവാൻ, തീയിൽ നിന്ന് ചിലരെ വലിച്ചെടുക്കുവാൻ, ഒരു നല്ല ദീപമായി പ്രകാശിക്കുവാൻ ദൈവം ഇനിയും ഇടയാക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എൻ്റെയും എൻ്റെ കുടുംബത്തിൻ്റെയും ആശംസ അറിയിക്കുന്നു.
ദൈവം നാം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ നല്ല സമയത്തിനായി ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. കഴിഞ്ഞ 75 വർഷക്കാലം നമ്മുടെ സഭയെ ദൈവം ഈ ദേശത്ത് നിലനിർത്തി പലവിധമായ പ്രതിസന്ധികൾ പ്രതികൂലങ്ങളൊക്കെ കടന്നു വന്നെങ്കിലും അതിനൊന്നും പതറാതെ ദൈവത്തോളം സഭയെ അനുഗ്രഹിച്ചു. ആത്മീയമായും ഭൗതികമായും ഒക്കെ ദൈവം സഭയെ അനുഗ്രഹിച്ചു. ദൈവത്തിൻ്റെ എല്ലാ കൃപകൾക്കും വിശ്വസ്തതയ്ക്കായി ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. വിശേഷാൽ പ്രത്യേക സംഘടനയായ സംഘടന സ്കൂളിൻ്റെ നാമത്തിലുള്ള എല്ലാ ആശംസകളും അറിയിക്കുന്നു. അതുപോലെ തന്നെ എൻ്റെ വ്യക്തിപരമായ ഞങ്ങളുടെ കുടുംബത്തിൻ്റെയും ആശംസ അറിയിക്കുന്നു. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ദൈവത്തിന് സ്തോത്രം. കഴിഞ്ഞ 75 വർഷം ദൈവസഭയെ നന്നായി നടത്തുവാനും അനേക പ്രവർത്തനങ്ങൾ ചെയ്യുവാനും ദൈവസഭയ്ക്കും എല്ലമിൻ്റെ പ്രവർത്തനങ്ങൾക്കും ഇടയായി. തുടർന്നുള്ള നാളുകളിലും ആത്മീയമായ പ്രവർത്തനങ്ങൾ മുന്നേറുവാൻ ദൈവസഭയും ലേഡീസിൻ്റെ മിനിസ്ട്രിയെയും സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ലേഡീസ് മിനിസ്ട്രിയുടെ എല്ലാവിധ ആശംസകളും നേരുന്നു. ദൈവത്തിന് സ്തോത്രം. 75 വർഷങ്ങൾക്ക് മുമ്പ് ചെറിയ തോതിൽ ആരംഭിച്ചതായ മേപ്രാൽ ചർച്ച് ഓഫ് ഗോഡ് ഇത്രത്തോളം വളർന്ന് പടന്ന് പന്തലിച്ച് ദൈവനാമ മഹത്വത്തിനായി തീരുവാൻ ദൈവമായ കർത്താവ് സഹായിച്ചു. ഈ പ്രത്യേക അവസരത്തിൽ ദൈവികമായ എല്ലാ അനുഗ്രഹങ്ങളും ദൈവകൃപയും പകർന്ന് സഭയെ പിന്നെയും നയിക്കട്ടെ എന്ന് ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ഒരപ്പൻ മകനെ തോളിൽ വഹിച്ചുകൊണ്ട് നടക്കുന്നത് പോലെയും മുലകുടി മാറാത്ത ഒരു കുഞ്ഞിനെ അമ്മ മാറോട് ചേർക്കുന്നത് പോലെയും കഴിഞ്ഞ 75 വർഷത്തോളം മേപ്രാൽ ചർച്ചകോടിനെ നടത്തിയ ദൈവത്തിന് സകല മാനവും മഹത്വവും അർപ്പിക്കുന്നു. വരും ദിവസങ്ങളിലും ആ താങ്ങും കരങ്ങളിൽ നമ്മെ വഹിച്ച് നടത്തട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്യുന്നു. ദൈവം നമ്മെ എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ. സ്തോത്രം. ദൈവ തിരുനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. 75 വർഷം പിന്നിടുന്ന ഇന്ത്യ ദൈവസഭയുടെ പ്രവർത്തനങ്ങളെ ഈ സമയം ഞാൻ ഓർക്കുകയാണ്. ഈ സഭയുമായിട്ട് ഏറ്റവും അടുത്തിടപെടുകയും ഈ സഭയുടെ ഏറ്റവും അടുത്ത അയൽവാസിയും ഞാനാണ്. ആ നിലയിൽ ഈ സഭയുടെ ഏത് ചെറിയ കാര്യങ്ങളിലും ഇടപെടാനും അതിനുള്ള കാര്യങ്ങളൊക്കെ ഇടപെട്ട് സംസാരിക്കാനും അല്ലെങ്കിൽ ഇടപെട്ട് കാര്യങ്ങളൊക്കെ പ്രവർത്തനങ്ങൾ ഏർപ്പെടാനൊക്കെ ദൈവം അവസരങ്ങൾ നൽകിയിട്ടുണ്ട്. ഒരു വർഷം ഈ സഭയിൽ സൺഡേ സ്കൂൾ പഠിക്കാനുള്ള അവസരം എനിക്കുണ്ടായിട്ടുണ്ട്. ആ നിലയിലൊക്കെ ഏറ്റവും അടുത്ത് ഈ കാര്യങ്ങളൊക്കെ ഇടപെട്ടു. കഴിഞ്ഞ 75 വർഷം ഈ സഭയുടെ പ്രവർത്തനങ്ങൾ ദൈവം അനുഗ്രഹിച്ചു. ഈ ദേശത്ത് പെന്തക്കോസ്തിൻ്റെ പ്രവർത്തനങ്ങൾ തുടങ്ങുവാനായിട്ട് 90 വർഷങ്ങൾക്ക് മുമ്പാണ് തുടക്കം ഇട്ടതെങ്കിലും അതിനൊരു 15 വർഷത്തിന് ശേഷം ഇന്ത്യ ദൈവസഭയുടെ പ്രവർത്തനങ്ങൾ ഇവിടെ തുടങ്ങാനായിട്ട് ഇടയായി. ഇന്ത്യ പെന്തക്കോസ്ത് ദൈവസഭയുടെ ഒരു അംഗം എന്ന നിലയിൽ അതിൻ്റെ ആ മേപ്രാൽ സഭയുടെ ആ സെക്രട്ടറി എന്ന നിലയിൽ ഞാൻ ഈ ജൂബിലിക്ക് എല്ലാവിധ ആശംസകളും നേരുന്നു. കഴിഞ്ഞ 75 വർഷം പരിപാലിച്ച ദൈവം ഇവിടുത്തെ സഭയെയും ഇവിടുത്തെ സഭാജനങ്ങളെയും ദൈവം പരിപാലിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്തുകൊണ്ട് ഞാൻ എൻ്റെ വാക്ക്. Praise the Lord. Hi, this is Ashwin, Priya and Ann from UAE. Our best wishes and prayers to the Mepral Church of God on achieving the Platinum Jubilee milestone. May our dear Lord continue to bless the church abundantly. Thank you. Praise the Lord. Best wishes to Church of God Mepral on reaching the Platinum Jubilee milestone. We as a family rejoice with you in this joyous occasion. May God bless you and use you for His kingdom. God bless you. പ്ലാറ്റിനം ജൂബിലി ആഘോഷിക്കുന്ന എൻ്റെ മാതൃസഭയ്ക്ക് എല്ലാവിധ ആശംസകളും പ്രാർത്ഥനയിലാക്കും. യഹോവ നല്ലവനല്ലോ, അവൻ്റെ ദയ എന്നേക്കുമുള്ളത്, അവൻ്റെ വിശ്വസ്തത തലമുറ തലമുറയായും ഇരിക്കുന്നു. കഴിഞ്ഞ 75 വർഷക്കാലം ദൈവം നമ്മളെ നടത്തിയ വിധങ്ങളെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. പ്ലാറ്റിനം ജൂബിലി ആഘോഷിക്കുന്ന എൻ്റെ മാതൃസഭയ്ക്ക് എല്ലാ ആശംസകളും നേരുന്നു. ദൈവം നമ്മളെ സഹായിക്കട്ടെ. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാവട്ടെ. മേപ്രാൽ ദൈവസഭ പ്ലാറ്റിനം ജൂബിലി ആഘോഷിക്കുന്ന ഈ സന്തോഷവേളയിൽ ഞങ്ങൾക്കും കുടുംബമായിട്ട് അതിൽ പങ്കുചേരുവാൻ ദൈവം നൽകിയ അവസരത്തോട് ദൈവത്തെ സ്തുതിക്കുന്നു. കഴിഞ്ഞ ഒരു വർഷക്കാലം പ്ലാറ്റിനം ജൂബിലിയായിട്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്യുവാൻ മേപ്രാൽ ദൈവസഭയ്ക്ക് സാധിച്ചു. സാമൂഹികമായും ആത്മീകമായും ഒട്ടനവധി പ്രോഗ്രാമുകളാണ് ദൈവസഭ അവിടെ നടത്തിയത്. അതിൻ്റെ മുൻപന്തിയിൽ നിന്ന് പ്രവർത്തിച്ച പാസ്റ്റർ കെ ബെന്നി, ജോബിൻ വർഗീസ്, ഉമ്മൻ കെ തോമസ്, കമ്മിറ്റി അംഗങ്ങൾ, അവിടുത്തെ YP സൺഡേ സ്കൂൾ എല്ലാം ഭാരവാഹികൾ, ദൈവമക്കൾ എല്ലാവരും ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. പിന്നെയും ദൈവസഭയെ ദൈവം ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. ദേശത്ത്
ദൈവരാജ്യത്തിൻ്റെ വ്യാപ്തിക്ക് വേണ്ടി നമുക്കിനിയും ഒരുമിച്ച് പ്രവർത്തിക്കാം. ദൈവം എല്ലാവരെയും സഹായിക്കട്ടെ. പ്രൈസ് ലോർഡ്. കഴിഞ്ഞ 75 വർഷമായി ദൈവത്തിൻ്റെ പരിപാലനത്തിൻ്റെ കീഴിൽ ദൈവസഭയിൽ ആയിരിക്കാൻ ഇടയായി. ദൈവത്തിൻ്റെ കൃപ, അളവറ്റ കൃപ മേൽക്കുമേൽ നമ്മുടെ സഭയിൽ ഉണ്ടാകുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അതോടൊപ്പം തന്നെ എൻ്റെയും ചെമ്പ്ര കുടുംബത്തിൻ്റെയും എല്ലാവിധമായ ആശംസകളും ഈ തരുണത്തിൽ അറിയിച്ചു. ദൈവനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. പ്ലാറ്റിനം ജൂബിലി ആഘോഷിക്കുന്ന ദൈവസഭയ്ക്ക് എൻ്റെ എല്ലാവിധ ആശംസകളും. ഗോഡ് ബ്ലെസ് യു ഓൾ. കർത്താവിൻ്റെ അതിവിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. കഴിഞ്ഞ 75 വർഷക്കാലം ഞങ്ങളുടെ മേപ്ര അതിശയകരമായി അത്ഭുതകരമായി കർത്താവ് പരിപാലിച്ചു. അനേകർക്കൊരു തണലായി മേപ്ര സഭയെ കർത്താവ് ഇത്രത്തോളം വളർത്തി വലുതാക്കി. അനേകർക്കൊരു വിടുതലും ആശ്വാസവുമായിരുന്നു. തുടർന്നുള്ള നാടുകളിലും മേപ്ര സഭയിലുള്ള അംഗങ്ങൾക്ക് അതിനൊരു അനുഗ്രഹം വിടുതലമാക്കി തീർക്കട്ടെ. അവരെല്ലാം കർത്താവ് ബലപ്പെടുത്തട്ടെ. 2023 നമ്മുടെ ദൈവസഭ പ്ലാറ്റിനം ജൂബിലിയായി ആഘോഷിക്കുകയായിരുന്നല്ലോ. വിവിധ സുവിശേഷ സാമൂഹ്യ പ്രവർത്തനങ്ങൾ ചെയ്യുവാൻ ദൈവം നമ്മുടെ സഭയെ ഇടയാക്കി. തുടർന്ന് നമ്മുടെ സൂര്യനിൽ പറയുന്ന പോലെ ഒരു ഫെറോസായി ശോഭിക്കുവാൻ ദൈവസഭയെ ദൈവം സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കഴിഞ്ഞ 7.5 പതിറ്റാണ്ട് മേപ്രാൽ ദൈവസഭയെ ജയോത്സവമായി നടത്തിയ ദൈവത്തിന് സകല മാനവും മഹത്വം അർപ്പിക്കുന്നു. തുടർന്നുള്ള നാളുകളിൽ മലമേലിരിക്കുന്ന വിളക്കുപോലെ ഇരുട്ടിലുള്ളവർക്ക് വെളിച്ചമായി അനേകരെ ദൈവസന്നിധിയിലേക്ക് ആകർഷിക്കുവാൻ മേപ്രാൽ സഭയിലുള്ള നമ്മളെ ഓരോരുത്തരെയും ദൈവം സഹായിക്കട്ടെ. ദൈവത്തിന് മാത്രം ലഭിക്കട്ടെ. 75ാം വാർഷികം ആഘോഷിക്കുന്ന മേപ്രാൽ സഭയ്ക്ക് എൻ്റെ എല്ലാവിധമായ ആശംസകളും നേർന്നുകൊള്ളുന്നു. ദൈവനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. എൻ്റെ മാതൃസഭയായ മേപ്രാൽ ചർച്ച് 2023 75 വർഷത്തിൻ്റെ ഭാഗമായി പ്ലാറ്റിനം ജൂബിലി സെലിബ്രേഷൻസ് നടത്തുവാനിടയായി. അതിൻ്റെ ഭാഗമായി ധാരാളം സുവിശേഷ പ്രവർത്തനങ്ങളും ചാരിറ്റി പ്രവർത്തനങ്ങളും നടത്തുവാൻ ദൈവം ഞങ്ങളെ സഹായിച്ചു. പിന്നണിയിൽ പ്രവർത്തിച്ച എല്ലാ പ്രവർത്തികളെയും ദൈവം ധാരാളം അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. തുടർന്ന് മുന്നേറിയവരും ദൈവം സഹായിക്കുമെന്ന പ്രതീക്ഷയോടെ ഞാൻ നിർത്തുന്നു. ദൈവനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. കഴിഞ്ഞ 75 വർഷക്കാലം ദൈവം ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട രീതിയിൽ പരിപാലിച്ച് നടത്തിയ ചർച്ച് ഓഫ് ഗോഡ് മേപ്രാൽ ദൈവസഭയ്ക്ക് എല്ലാവിധ ആശംസകളും ആദ്യമായി ഞങ്ങൾ അറിയിക്കുന്നു. അതുപോലെ 75 വർഷക്കാലം വളരെ ആത്മീയമായും ഭൗതികമായും സഭയെ അനുഗ്രഹിച്ച് വഴി നടത്തി ഓരോ ദൈവമക്കളെയും ദൈവം ധാരാളമായി അനുഗ്രഹിച്ചു. വരുന്ന ആളുകളിൽ ദൈവം സഭയെ ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട രീതിയിൽ ദേശത്തിന് വൻ കാര്യങ്ങളെ ചെയ്തെടുക്കേണ്ടതിന് ദേശത്തിലെ ആത്മീയ സകല ഭൗതിക നന്മകൾക്കും ഒരു അടിസ്ഥാനമായി തീരുവാൻ ദൈവസഭയെ ഇടയാക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടും ആശംസിച്ചുകൊണ്ടും ഞങ്ങളുടെ വാക്കുകളെ അവസാനിപ്പിക്കുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രൈസ് ദി ലോർഡ്. കഴിഞ്ഞ 75 വർഷം അനുഗ്രഹകരമായ രീതിയിൽ മേപ്രാലിൻ്റെ ദേശത്ത് നിലകൊള്ളുവാൻ ദൈവസഭയ്ക്ക് സാധിച്ചു. അതിന് എല്ലാ മഹത്വവും കർത്താവിനർപ്പിക്കുകയാണ്. 1948 തുടങ്ങിയ ഒരു ചെറിയ പ്രവർത്തനത്തെ കർത്താവ് ഇത്രത്തോളം വളർത്തി വലുതാക്കിയപ്പോൾ അത് ലോക സുവിശേഷീകരണത്തിന് മേപ്രാൽ ദൈവസഭയ്ക്കും ഭാഗമാകത്തക്ക രീതിയിൽ വളരുവാൻ ഇടയായി. ഇന്ന് ലോകത്തിൻ്റെ എല്ലാ വൻകരകളിലും മേപ്രാൽ ദൈവസഭയുടെ സന്തതികൾ ദൈവവചനവുമായി നിലകൊള്ളുന്നു. അതോർത്ത് ദൈവത്തെ സ്തുതിക്കുകയാണ്. ദൈവസഭയുടെ പ്രവർത്തനം ആരംഭിച്ച നിമിഷം മുതൽ ഇന്നുവരെ ദൈവസഭയ്ക്ക് വേണ്ടി അധ്വാനിച്ച എല്ലാ പിതാക്കന്മാരെയും, ദൈവസഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ച എല്ലാ മാതാക്കന്മാരെയും, ദൈവസഭയെ നയിച്ച ആത്മീയ പക്വതയിലേക്ക് കൊണ്ടുവന്ന എല്ലാ ദൈവദാസന്മാരെയും നന്ദിയോടെ സ്മരിക്കുകയാണ്. കഴിഞ്ഞ 10 മാസം നീണ്ടുനിന്ന പ്ലാറ്റിനം ജൂബിലി പ്രവർത്തനങ്ങൾ ഏറ്റവും അനുഗ്രഹമായ രീതിയിൽ പൂർത്തീകരിക്കുവാൻ ഇടയായി. അതിൽ ദൈവമക്കളുടെ പ്രാർത്ഥനകളും സഹകരണങ്ങളും ഏറ്റവും വിലപ്പെട്ടതായിരുന്നു. ഇതിനെല്ലാം കർത്താവ് അധികമായി പ്രതിഫലം നൽകട്ടെ. വരും നാളുകളിലും ദൈവസഭ ഏറ്റവും അനുഗ്രഹകരമായി മുന്നോട്ട് പോട്ടെ. ദൈവനാമത്തിന് വേണ്ടി, ദൈവരാജ്യത്തിൻ്റെ വ്യാപ്തിക്ക് വേണ്ടി അനേകായിരങ്ങൾക്ക് ആശ്വാസം നൽകുന്ന ഒരു പ്രാർത്ഥനാലയമായി മേപ്രാലിൻ്റെ ദേശത്ത് എന്നും തലയെടുപ്പോടെ നമ്മുടെ സഭ നിലനിൽക്കട്ടെ എന്ന് ആഗ്രഹിക്കുകയാണ്, പ്രാർത്ഥിക്കുകയാണ്. അതിനുവേണ്ടി നമ്മെ തന്നെ സമർപ്പിക്കാം. കർത്താവ് എല്ലാവരെയും ബലപ്പെടുത്തട്ടെ.
ഉത്സാഹം എന്റെ ജീവനാ അച്ഛനാ ജീവനാ ഒരുപാട് എന്ന് പറയുന്ന ആശയം കുറഞ്ഞിട്ട് ഈ റീയൂണിയൻ മറ്റു മതങ്ങളുമായിട്ട് വരെ ചേരാനുള്ള ഒരു വ്യഗ്രത ഇപ്പം ദാവീദിനെ പോലെ ദൈവഭാഗത്തേക്ക് നയനാച്ചൻ ഉപദേശിയുടെ കാലത്താണ്, പുള്ളിയുടെ കാലത്താണ്. ഒരു ഓള് വെച്ചായിരുന്നു. മനസ്സിലായോ? വേനൽക്കാലത്ത് മൈലുകൾക്കപ്പുറമുള്ള ഓലികളിൽ പോയി, ഈ ഓലി എന്ന് പറഞ്ഞ ഈ പാറ ഞാനിപ്പോൾ നമ്മുടെ വീഡിയോ എൻഡ് ചെയ്യാൻ പോവാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും നമ്മുടെ ചർച്ചിൻ്റെ ഹിസ്റ്ററിയും ആക്ടിവിറ്റീസും എല്ലാം കണ്ടല്ലോ. മേപ്രാൽ ചർച്ചിലോട്ട് ഞാൻ നിങ്ങളെല്ലാവരെയും വെൽക്കം ചെയ്യുവാണ്. അപ്പം ഗോഡ് ബ്ലെസ് യു ഓൾ ആൻഡ് താങ്ക് യു ഫോർ ദ സപ്പോർട്ട്. ബൈ ബൈ. പിന്നെ ഒരു കാര്യം പറയാൻ മറന്നുപോയി, എല്ലാവരും ഈ വീഡിയോ എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കണം. പിന്നെ എല്ലാവരും നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. ഓക്കെ, ബൈ.